പ്രത്യേകമായ സാഹചര്യങ്ങളൊന്നുമില്ലാതെ ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പാർട്ടിയുടെ മുസ്ലിം സ്നേഹത്തിന്റെ കഥ ഓർമ്മിച്ചു. 1960കളിലെ കാര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ 1967 മുസ്ലിം ലീഗ് അടക്കം അംഗമായിരുന്ന സപ്തകക്ഷി സർക്കാരിനെ കുറിച്ച്. സപ്തകക്ഷി മുന്നണിയിൽ 15 സീറ്റിൽ മത്സരിച്ച ലീഗ് 14 ഇടത്തും ജയിച്ചു. ലോക്സഭയിലേക്ക് നടന്ന മത്സരത്തിൽ 2 സീറ്റിൽ മത്സരിച്ചു, 2 ഇടത്തും ജയിച്ചു. നെഹ്റു ചത്ത കുതിരയെന്ന് ചിത്രീകരിച്ച ലീഗിനെ ഇത്രയും അംഗീകാരം നേടിക്കൊടുത്ത് കേരള രാഷ്ട്രീയത്തിൽ ശരിക്കും പുനരുജ്ജീവിപ്പിച്ചത് CPM ആണ്. 1968 ജൂൺ 16 നിലവിൽ വന്ന മലപ്പുറം ജില്ലയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ച അടുത്ത സത്യം. സർക്കാരിന്റെ തീരുമാനത്തെ അക്കാലത്തെ ജനസംഘവും സർവോദയ നേതാവ് കെ കേളപ്പനെ പോലുള്ളവരും ശക്തമായി എതിർത്തിരുന്നു. ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അവരുടേതായ പോക്കറ്റുകൾ ശക്തിപ്പെടുത്തി രാഷ്ട്രീയ ശിഥിലീകരണത്തിന് വഴിയൊരുക്കുക എന്ന ലീഗിന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രഥമ കാൽവെപ്പാണിത്, കെ കേളപ്പൻ പറഞ്ഞു. മുസ്ലിം പിന്തുണ എപ്പോഴും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അത് അപ്പാടെ നടപ്പാകില്ലെന്ന് കണ്ടാൽ അവർ കൂട്ടുവിടും. ഇക്കാര്യത്തിൽ വലതു മുന്നണിയാണ് ഇടതു മുന്നണിയേക്കാൾ ഭേദമെന്ന് ലീഗിനറിയാം. വലതു മുന്നണിയിൽ ലീഗ് പറയുന്നത് ആരും ചോദ്യം ചെയ്യില്ല. ഇടത്തു വന്നാൽ ആ അപ്രമദിത്വം കിട്ടില്ല. CPM-ഉം CPI-യും അവരുടെ കാര്യങ്ങൾ കൃത്യമായി പറയും. മലപ്പുറം ജില്ല കിട്ടിക്കഴിഞ്ഞതോടെ 1968 തന്നെ ലീഗ് CPM ചങ്ങാത്തം വിട്ട് സപ്തമുന്നണിയിൽ ഉണ്ടായ കുറുമുന്നണിയിൽ സജീവമായി. ആ മുന്നണിക്ക് സർക്കാർ ഉണ്ടാക്കാനായതും ലീഗ് നേതാവായി CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയതുമെല്ലാം കോൺഗ്രസിന്റെ മാത്രം സഹായത്തോടെയാണെന്ന സത്യം മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഒപ്പം 1987 ശരിയത്ത് വിവാദത്തിൽ മുസ്ലിം സമൂഹത്തിനൊപ്പം നിന്ന അഖിലേന്ത്യാ ലീഗിനെ ഇടതു മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതും പിണറായി പറഞ്ഞില്ല. അതെല്ലാം EMSന്റെ കാലത്തെ കഥകൾ. ഇപ്പോൾ പിണറായി മാറിക്കളിക്കുന്നു. അദ്ദേഹം മുസ്ലിം പ്രീണനത്തിനായി പലതും ചെയ്യുന്നുണ്ട്. അധികം പേര് അറിയുന്നില്ല, മാധ്യമങ്ങൾ പോലും ഒളിക്കുന്നു.